ഏറ്റവും കൂടുതൽ കറാമത്തുള്ളവർ, ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവർ, അതേറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭക്തിയോടുകൂടെ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടും പ്രകീർത്തിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും അവനെ അനുസരിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് കേട്ടോ. വിശാലമായ ഈ കാഴ്ചപ്പാടല്ലേ സഹോദരന്മാരെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെല്ലാ ലോകത്തിന്റെയും റബ്ബാണ്. ലോകങ്ങൾ പലതാണ്. ഗോളത്തിന്റെ ഒരു ലോകമില്ലേ? അതൊരു വലിയ ലോകമല്ലേ സഹോദരന്മാരെ? ഇനിയോ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന്റെ ലോകമില്ലേ? അതുപോലെ ആലമുൽ മലകൂത്ത്, ആലമുൽ ജബറൂത്ത്, ആലമുൽ അർശ്, ആലമുൽ കുർസി, ആലമുൽ ഖലം, ആലമുൽ ലൗഹ്, ആലമുൽ മിസാഖ്, ആലമുൽ ബർസഖ്, ഇങ്ങനെ എത്ര ലോകമുണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു ദിവസത്തെ വാലിൽ പറയാൻ കഴിയുമോ? അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. ഉപരിലോകമില്ലേ? ഉപരിലോകത്തുള്ള വസ്തുക്കളെക്കുറിച്ച് ഗവേഷണം ചെയ്തിട്ട് ഇന്നുവരെ ശാസ്ത്രത്തിന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞോ? പറഞ്ഞത് തന്നെ പലപ്പോഴും മാറ്റി പറയേണ്ടി വന്നില്ലേ? അല്ലാഹുവിന്റെ ലോകങ്ങൾ എത്രയാണ് സഹോദരന്മാരെ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ആ ലോകങ്ങളിൽ തന്നെ ആത്മീയ ലോകമില്ലേ? ആലമുൽ അർവാഹ്, ആലമുൽ ദുർർ എന്ന് പറഞ്ഞ് മറ്റൊരു ലോകമില്ലേ? ആലമുൽ അസ്ലാബില്ലേ? ആലമുൽ റഹ്മില്ലേ? ആലമുൽ ദുന്യയില്ലേ? ആലമുൽ നൗമില്ലേ? ഇങ്ങനെ ഒരുപാട് ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളെക്കുറിച്ചൊക്കെ ഒരാഴ്ചത്തെ വാലിലൊന്നും പറഞ്ഞു തീർക്കാൻ കഴിയുന്ന വിഷയമല്ല. ഞാൻ ഒന്ന് രണ്ടെണ്ണം ഉദാഹരണത്തിന് പറയുന്നു. ആലമുൽ ദർർ, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. അതേ ശഹീദിന അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ആലമുൽ ദർർ എന്ന് പറഞ്ഞാലോ അതേ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് നിങ്ങൾ വെറും അണുക്കളെപ്പോലെയുള്ള ഒരു കാലം നിങ്ങളെ ആ മുതുകിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നൊരു സന്ദർഭം. എന്നിട്ടോ നിങ്ങളെയെല്ലാം മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? അതേ അണുക്കളുടെ ലോകമാണ്. ആദം നബിയുടെ മുതുകിൽ നിന്നുള്ള പുറത്തു കൊണ്ടുവന്നതാണ്. എന്നിട്ട് ആ അണുക്കളുടെ ലോകമായിരുന്ന കാലത്ത്, നമ്മൾ അണുക്കളുടെ ലോകത്തായിരുന്ന കാലത്ത് അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ റബ്ബല്ലയോ? ഖാലൂ ബലാ. ആ ലോകത്ത് വെച്ച് നമ്മളെല്ലാവരും മറുപടി പറയുകയാണ്, അതേ നീ ഞങ്ങളെ റബ്ബ് തന്നെ. ശഹീദിനാ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നിങ്ങൾക്കങ്ങനെ ഈ ഭൂമി ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിൽ നിന്ന് നിങ്ങളെല്ലാവരെയും പുറത്തു കൊണ്ടുവന്നിട്ട് നിങ്ങളോടൊരു ചോദ്യവും മറുപടിയും ഒക്കെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു ലോകം നിങ്ങൾക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. ആലമുൽ ദർർ അഥവാ ദുർരിയ്യത്തുകളുടെ ലോകം, അല്ലെങ്കിൽ അണുക്കളുടെ ലോകം. ആ ലോകം മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ലോകമുണ്ട്, നമുക്ക് തന്നെ കഴിഞ്ഞുപോയ ലോകമാണ്. അത് അസ്ലാബിന്റെ ലോകമാണ്. ബാപ്പമാരുടെ മുതുകിലിരിക്കുന്ന കാലം. അതേ ഹമൽനാകും ഫിൽ ജാരിയ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പലിൽ നിങ്ങളെ നമ്മൾ ചുമന്നു എന്നല്ല പറയുന്നു. അപ്പൊ നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ബാപ്പമാരുടെ മുതുകുകളിലുള്ള ലോകത്തായിരുന്നു. ഇനി സഹോദരന്മാരെ, അങ്ങനെ ഒരു ലോകം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓർക്കണം, നമുക്കൊരാത്മീയ ലോകമില്ലേ? ആത്മാവും ശരീരവും ഒന്നാണോ? അത് വലിയ വിഷയമാണ്. ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഒറ്റവാക്കിൽ പറയട്ടെ, മനുഷ്യന്റെ ശരീരത്തിന്റെ സൃഷ്ടിപ്പല്ലേ മാതാവിന്റെ വയറ്റിൽ വെച്ച് നടക്കുന്നത്? അത് 4 മാസമല്ലേ ബോഡിപ്പണി? ബോഡിപ്പണി നടക്കുന്നത് 4 മാസത്തോളം നടക്കുന്നു. ആ 4 മാസം ബോഡിപ്പണി കഴിഞ്ഞാൽ അപ്പോഴല്ലേ ആത്മാവെന്ന് പറയുന്ന ഡ്രൈവറെ ആ വാഹനത്തിലേക്ക് കൊണ്ടുവന്ന് മലക്കുകൾ നിക്ഷേപിക്കുന്നത്. ഉമ്മയുടെ വയറാകുന്ന വർക്ക് ഷാപ്പിൽ വെച്ച് അതേ നടക്കുന്നു ഒരു ബോഡിപ്പണി. ആ ബോഡിപ്പണി നടക്കുന്ന ഈ ഓടുന്ന വണ്ടിയുണ്ടല്ലോ, ഈ ശരീരമുണ്ടല്ലോ, ആ വണ്ടി ഓട്ടാനൊരു ഡ്രൈവർ വേണ്ടേ? ആ ഡ്രൈവറാണ് ആത്മാവ്. ഡ്രൈവർ വണ്ടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് ഇവിടെ. അതാണ് ആത്മീയ ലോകത്ത് നമ്മൾ നേരത്തെ തന്നെയുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ഹജ്ജിന് വേണ്ടി പോകുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്,
അതേ ഉത്തരം ചെയ്തും കൊണ്ട് ആർക്കാണ് ഉത്തരം ചെയ്യുന്നത്? അല്ലാഹുവിനല്ലേ. എപ്പോഴാ വിളിച്ചത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമല്ലേ. മക്കളെ 4000 കൊല്ലം മുമ്പ് മക്കയിൽ നിന്ന് വിളിക്കുമ്പോ പേരോട് അബ്ദുറഹ്മാൻ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? വയസ്സെത്രയുണ്ട്? വയസ്സ് 47. പിന്നെ 4000 കൊല്ലം മുമ്പ് എങ്ങനെ ഉണ്ടായി? മോനെ, 47 വയസ്സുള്ളത് ഈ ശരീരത്തിനാണ്. ആത്മാവിന്റെ വയസ്സ് 47 അല്ല, 4700 അല്ല. അതേ, ആത്മാവിന്റെ വയസ്സ് അതിനേക്കാൾ എത്രയോ കൂടുതലാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ നിന്ന് വിളിച്ചപ്പോഴല്ലേ ആത്മാക്കൾ കേട്ടത്? ആത്മാവിന് കേൾക്കാൻ കാതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ചിലരും മരിച്ചാൽ കേൾക്കുകയില്ലെന്ന് പറയുന്നവരില്ലേ? അവരെ ന്യായം എന്താണ്? കാതൊക്കെ അങ്ങ് ദ്രവിച്ചു പോയിട്ടുണ്ടാവുകയില്ലേ എന്നാണ്. കാതുണ്ടാവില്ലല്ലോ എന്നാണ്. മോനെ, ആത്മാവിന്റെ കേൾവിക്ക് കാത് വേണോ? ആത്മാവിന്റെ കേൾവിക്ക് ശരീരം വേണോ? 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചപ്പോ കേൾക്കുമ്പോ നിനക്ക് കാതുണ്ടായിരുന്നോ? നിനക്ക് മൂക്കുണ്ടായിരുന്നോ? നീയുണ്ടായിരുന്നോ? അഥവാ നിന്റെ ശരീരമുണ്ടായിരുന്നോ? ആത്മാവുണ്ടായിരുന്നു. ആ ആത്മാവിനെ 4000 കൊല്ലം മുമ്പ് കേട്ടത്. അപ്പൊ ആത്മീയമായ ലോകത്ത് നമ്മൾ നേരത്തെ തന്നെയുണ്ട്. ആ ആത്മാവിനെയാണ് 4ാമത്തെ മാസത്തിൽ കൊണ്ടുവന്ന് ശരീരമാകുന്ന ബോഡിയിലേക്ക് മലക്കുകൾ കയറ്റിയത്. അതുകൊണ്ടല്ലേ നിങ്ങൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കൂ, ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കുട്ടികൾ അനങ്ങാൻ തുടങ്ങിയത് എപ്പോഴാ? 4 മാസമായപ്പോഴാ. കാരണം അപ്പോഴാ ഡ്രൈവർ കയറിയത്. ഡ്രൈവർ കാരാതെയുണ്ടോ? വണ്ടി ഇളകുന്നു. 4 മാസമായപ്പോ കുട്ടി ഇളകാൻ തുടങ്ങി. 4 മാസമായിട്ട് കുട്ടി ഇളകുന്നില്ലെങ്കിലോ ബേജാറാണ്. കാരണം എന്താ? ഡ്രൈവർ വരാത്തതുള്ള ബേജാറാണ്. 4 മാസം വന്നപ്പോ കയറി. നാളെ ഒരു ദിവസം ഒരാൾ ഒരു ഉസ്താദെ ഭയങ്കര ബേജാറിലാണ്. ഞാൻ ചോദിച്ചെന്താണ്? അത് സ്കാൻ ചെയ്ത് നോക്കുമ്പോ കുട്ടിയുടെ തല തിരിച്ചാണുള്ളത് എന്നാ പറയും. അപ്പൊ റിവേഴ്സിലാ നിർത്തിയത്. വണ്ടി നിർത്തിയത് റിവേഴ്സിലായി പോയി. ഞാൻ പറഞ്ഞു ബേജാറാകണ്ട, അല്ലാഹുവല്ലേ ചിരിക്കുന്നവരും മരിക്കുന്നവരുമൊക്കെ. അദ്ദേഹം സിറാജ് അതിലേക്ക് നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ്, വിഷമമൊന്നുമില്ല. അത് പ്രസവിച്ചു. അത് അല്ലാഹു ആ സ്ഥാപനത്തിന് അതൊരു ബർക്കത്താണ്. എത്രയോ ബർക്കത്ത് തന്നിട്ടുണ്ട്. ഇന്നലെ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, വാണിമേലുള്ള ഒരാൾ, അത്ഭുതകരമായി ഈ സംഭവം നടന്നത് പറഞ്ഞു. അതുപോലെ ഇന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അല്ലാഹു ഒരു നിയമത്താണ്. ഞാൻ ആ ഭാഗത്ത് കടക്കുന്നില്ല. പറഞ്ഞു വന്നത്, ഇപ്പൊ വയറ്റിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് ആത്മാവ് 4ാമത്തെ വയസ്സിൽ കയറി. പിന്നെ കുട്ടിക്ക് ചലനമുണ്ടായി, അനക്കമുണ്ടായി. അല്ലേ? അപ്പൊ ഡ്രൈവർ ഈ ആത്മാവാണ്. ഇനി ഒരുപാടെന്ന് പറയാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഈ ഡ്രൈവറോടാണ് നിർദ്ദേശം. ഈ വണ്ടി എങ്ങനെ ഓടിക്കണം? വണ്ടി ഓടിക്കേണ്ടത് പോലെ ഓടിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലേ? അങ്ങ് ഇങ്ങോട്ടൊരു ബസ് വരികയാണെങ്കിൽ, അല്ലെ ഒരു വാഹനം വരികയാണെങ്കിൽ ഡ്രൈവർ എന്ത് ചെയ്യണം? രാത്രിയാണെങ്കിൽ ലൈറ്റ് ഡിമ്മാക്കണം. അല്ലേ? ഇതുപോലെ ഒരു അന്യസ്ത്രീ അങ്ങ് ഇങ്ങോട്ട് വരുമ്പോ ഡിമ്മാക്കണം, കണ്ണങ്ങ് താഴ്ത്തി കളയണം. ഡ്രൈവർക്ക് നിർദ്ദേശമാണ്. പെണ്ണിന്റെ മുഖത്ത് നോക്കാൻ പാടില്ല, കണ്ണ് താഴ്ത്തി കളയണം നിർദ്ദേശമാണ്. ആ നിർദ്ദേശമൊന്നും ഇല്ലാതെ പോയാലോ പരസ്പരം ചിലപ്പോൾ മുട്ടിയാൽ ഈ ഡ്രൈവർക്ക് ശിക്ഷയാണ്. വണ്ടി ചിലപ്പോ കുട്ടികളെ കത്തിച്ചിതും വരും. അല്ലേ? ഈ ഡ്രൈവർ ശരീരമാകുന്ന വണ്ടി നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഡ്രൈവറെയും വണ്ടിയെയും ഒന്നായി കൊണ്ടുപോയി തീയിലിട്ട് കരിക്കും കേട്ടോ. ജഹന്നമിൽ കൊണ്ടുപോയി കരിക്കും കേട്ടോ. ഡ്രൈവറും ചിന്തിച്ചോളണം, വാഹനം കൃത്യമായി ഓടിക്കണം. ഈ വാഹനം ഓടിക്കാനുള്ള നിയമങ്ങളല്ലേ ശരീഅത്തിന്റെ നിയമങ്ങൾ. ഈ ശരീരത്തിന്റെ അവയവങ്ങൾ എങ്ങനെ ചെലവഴിക്കണം, ശരീരം എങ്ങനെ നിയന്ത്രിക്കണം, എവിടെ കിളിയണം, എവിടെ നീരണം, എപ്പോൾ ഉറക്കം തെളിയണം, എപ്പോൾ പള്ളിയിൽ പോകണം, എന്ത് കുടിക്കണം, എന്ത് കുടിച്ചുകൂടാ, എന്ത് തിന്നണം, എന്ത് തിന്നുകൂടാ. എന്തെങ്കിലും കൊണ്ടുപോയി വണ്ടിയിൽ അടിച്ചാ വണ്ടി ഓടുമോ? വണ്ടിക്ക് അപകടം വരില്ലേ? അതുകൊണ്ട് തന്നെ അടിക്കുന്നത് അതേ കലർപ്പില്ലാത്ത ഡീസലാകണ്ടേ, അല്ലെങ്കിൽ പെട്രോളാകണ്ടേ. മോനെ, കണ്ണുകുടിയനാകല്ല. വാഹനം തന്ന റബ്ബ്, ഡ്രൈവറെയും തന്ന റബ്ബ് നിർദ്ദേശം നൽകുന്നു. മായം ചേർത്തത് കഴിക്കല്ല, കള്ളുകുടിയനാകല്ല, അന്യന്റെ ഹക്ക് തിന്നല്ല. നിന്റെ ശരീരം കൊണ്ട് നീ കുനിയേണ്ട സമയത്ത് കുനിഞ്ഞോളണം, ഓടിക്കേണ്ട സ്ഥലത്ത് ഓടിച്ചോളണം, കയറേണ്ട സ്ഥലത്ത് കയറിക്കോളണം, ഷെഡിൽ വെക്കേണ്ടപ്പോ ഷെഡിൽ വെച്ചോളണം. നിയന്ത്രണങ്ങൾ വേണ്ട സ്ഥലത്ത് നിയന്ത്രണം വേണം. ഓ
മനുഷ്യ, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെയും ഈ ശരീരത്തെ നിയന്ത്രിച്ച് ഈ ഡ്രൈവർ കൊണ്ടുപോകാനുള്ള നിയമവ്യവസ്ഥകളാണ് കേട്ടോ. അത് പാലിക്കാതെ ജീവിച്ചാൽ വണ്ടിക്കും അപകടമാണ്, ഡ്രൈവർക്കും അപകടമാണ്, റൂഹിനും ശിക്ഷയാണ്, ശരീരത്തിനും ശിക്ഷയാണ്. അപ്പൊ ആത്മീയ ലോകമൊന്നു വേറെ, ശാരീരിക ലോകമൊന്നു വേറെ, ലോകങ്ങൾ പലതാണ്. ഇനി സഹോദരന്മാരെ, ഉറക്കിന്റെ ലോകമുണ്ട്.